ഹലോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഒരു എക്സാം ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എനിക്കൊരു 6 സബ്ജക്ട്സ് ഉണ്ട് എക്സാം. അത് 1 ഡേ 2 ഡേ ഗ്യാപ്പൊക്കെ വിട്ടിട്ടായിരുന്നു കേട്ടോ എക്സാം നടന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു 12 ഡേയ്സൊക്കെ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഫസ്റ്റ് ടൈമാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ ഇടപ്പള്ളിയിലൊക്കെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആ ബ്ലോക്കിൽ കിടക്കുമ്പോൾ തന്നെ ശരിക്കും വട്ടാകലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു 5 മിനിറ്റ്സ് കൊണ്ട് എത്തേണ്ട സ്ഥലത്തൊക്കെ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് എത്തണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ടെൻഷനും പിന്നെ ഈ ഒരു ട്രാഫിക് ബ്ലോക്കും ഒക്കെ കൂടെ ആയിട്ട് നമ്മളൊരു സ്ഥലത്തും കറങ്ങാൻ ഇറങ്ങിയില്ല. അപ്പോൾ ലാസ്റ്റത്തെ ഒരു എക്സാം എനിക്ക് ഒരു മൺഡേ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഒരു സാറ്റർഡേ സൺഡേ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൺഡേ എന്തായാലും പഠിക്കാൻ വേണം, അപ്പോൾ സാറ്റർഡേ എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് പറ്റിയൊരു സ്ഥലമുണ്ട് നന്ദി ഹിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കർണാടകയിൽ ചിക്കബല്ലപ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വരണതാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നൊരു 1 അവർ ഡ്രൈവ് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേർന്നു കേട്ടോ നന്ദി ഹിൽസിൽ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ അമൃത സരോവറിലെ ജലാശയമാണ്. അമൃത സരോവറിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ഒന്നും പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു ഏകദേശം 75 ജലാശയങ്ങൾ അമൃത സരോവർ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പണ്ട് നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് അവരുടെ ഉപജീവനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കണം എന്തൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. അപ്പോൾ ഇതാണ് അമൃത സരോവർ. അപ്പോൾ അങ്ങനെ വെള്ളം ശേഖരിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ നന്ദി ഹിൽസിലൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ബസ് അവൈലബിളാണ്. നമുക്കിത് ഫുള്ള് കറങ്ങി കാണാനായിട്ട് ഇതിലൂടെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് നടന്ന് കാണാം. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ അതൊരു വേറൊരു സുഖം തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒറ്റയ്ക്കോ. പിന്നെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ആളുകളെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ നടന്നു പോകാനായിരുന്നു കേട്ടോ ഇഷ്ടം. ഇങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാനായിരുന്നു ഇഷ്ടം. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ വ്യൂസ് ഉണ്ട് കേട്ടോ. നമുക്ക് അവസാനമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായൊരു വലിയ അടിപൊളി വ്യൂവിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ ഒരു ദോശ ഉണ്ടായിരുന്നു, കവറിലാക്കിയിട്ട് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് നമ്മുടെ ആശാൻ പോയി. പിന്നെ ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഓരോരുത്തർ നടക്കണ വണ്ടിയിൽ ക്ഷീണിച്ച് അവശതയായിട്ടൊക്കെ ലാസ്റ്റ് എനിക്ക് പണി കിട്ടിയെന്ന് എനിക്കും തോന്നി. കാരണം ഇവർ രണ്ടാളും നല്ല സ്പീഡിൽ കയറിപ്പോയിട്ടോ. എനിക്ക് പിന്നെ പതുക്കെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എൻ്റെ മക്കളെ ഈ ഒരു സ്റ്റെപ്പ് കയറി ഒരു വിധമായി. അപ്പോൾ നമ്മുടെ ഹസ് പറയാൻ തുടങ്ങി, നിനക്കായിരുന്നല്ലോ നിർബന്ധം ബസ്സിൽ പോകണ്ട, കാട് മൊത്തം നടന്ന് കണ്ടാൽ മതിയെന്ന്. പക്ഷേ നടന്നെങ്കിൽ എന്താ, നമ്മൾ സ്റ്റെപ്പ് കയറി ആവശ്യതയായി എത്തിയത് വളരെ മനോഹരമായൊരു വ്യൂവിലേക്കായിരുന്നു. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ ഇവിടെ എന്തായാലും നല്ല സെറ്റപ്പ് സ്ഥലം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിക്കിടക്കായിരുന്നു. പിന്നെ നമുക്കുള്ളതൊരു സ്ലൈഡാണ്. അപ്പം മോള് പിന്നെ സ്ലൈഡിനോടാണ് അവൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അവൾ അതിനോട് അഡ്ജസ്റ്റഡായി. പിന്നെ ഇതുപോലെ ഇങ്ങനെ കയറി ഇറങ്ങി ഫോട്ടോസ് എടുക്കാനും പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയിൽ നമുക്കിത് എത്രത്തോളം ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ടിത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു കണ്ണിനിട്ടണ കുളിർമയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ഉണ്ട് ഇവിടെ വന്ന്. ഇപ്പോൾ ഇതിലാണെങ്കിലും ഈ കാറ്റിൻ്റെ ശക്തി ഇതൊക്കെ ശരിക്കും നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ ക്യാമറയുടെ പ്രശ്നം കൊണ്ടും ഇത് ഒട്ടും തന്നെ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് നേരിട്ട് നിങ്ങളിത് കണ്ടറിയേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇത് നമുക്ക് ഒട്ടുമിക്ക മൂവീസിലൊക്കെ ഈ ഒരു പ്ലേസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ മെയിൻ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മരങ്ങളുടെ ഇടയിലായിട്ട് കുറേ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ വന്ന് വിശ്രമിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ നടത്തി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കണത് നടന്നിട്ടല്ല. ഇവിടെ അടുത്തായിട്ട് തന്നെ ബസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബസ്സിലാണ് നമ്മൾ തിരിച്ച് എൻട്രി പോയിൻറ്റിലേക്ക് ചെന്നത്.
അങ്ങനെ നമ്മൾ കുറേ ഫൺ ടൈമായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾ കാടും ബടലേക്കായിട്ട് എൻ്റെ പുറകെ കിടക്കുന്നുണ്ടോ ഫോട്ടോഷൂട്ട് എന്നുള്ള പേരിൽ. പിന്നെ അവളുടെ വകയും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ശരിക്കും നന്ദി ഹിൽസ് ശരിക്കും എൻജോയ് ചെയ്തു. ആ ഒരു നേച്ചറിനെ ശരിക്കും ഫീൽ ചെയ്തിട്ടോ. അവിടെ ചെന്നറിഞ്ഞ് നമ്മൾ ശരിക്കും അതൊന്ന് ഫീൽ ചെയ്തറിയണം. പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ ഇതുപോലെ നിരത്തി പിടിച്ച ചോളം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചുട്ട ചോളം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് 2 പീസാക്കിയിട്ട് വാങ്ങിച്ചു. കാരണം അതിൽ ഒരു പീസിൽ എനിക്ക് മസാല വേണം, അപ്പോൾ അതിൽ ഒരു പീസിനകത്ത് മസാല തേച്ചു. പിന്നെ മോൾക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് അവൾക്കൊരു പീസ് മസാല ഇല്ലാത്തതും കൂടി ആക്കിയിട്ട് ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുക കേട്ടോ ചെയ്തത്. പിന്നെ നമുക്ക് പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് വ്യൂസ് കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നിട്ടൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ നന്ദി ഹിൽസിലേക്ക്.